Hi everyone, Namaste. Good evening. Welcome to the class and ഇന്നത്തെ ടോപ്പിക് ആഹാരം അല്ലെങ്കിൽ ഡയറ്റിനെ കുറിച്ചാണ്. അണ്ടർസ്റ്റാൻഡിങ് ആഹാര ഓർ ഡയറ്റ് ഇൻ യോഗിക് ഫിലോസഫി. അതിലേക്ക് കടക്കുമ്പോൾ എന്താണ് ആഹാരം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓർ ഡയറ്റ് മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഫുഡും വാട്ടറും. അപ്പോൾ ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് അവൻ ജോലി ചെയ്യുന്നത്. ഡെയിലി ലൈഫിൽ എന്ത് ചെയ്താലും ഇന്നത്തെ കാലത്ത് മനുഷ്യർ ചെയ്യുന്നത് ഈ ഒരു ഫുഡിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. നല്ല ഫുഡ് കഴിച്ചാലേ നല്ല നറിഷ്മെൻറ്റ് ബോഡിക്ക് കിട്ടുള്ളൂ. ബോഡി നന്നായി നറിഷായിരുന്നാലേ നന്നായിട്ട് മനസ്സും പ്രവർത്തിക്കുള്ളൂ. സോ മൈൻഡിനെയും ബോഡീനെയും നറിഷ് ചെയ്യാൻ ഫുഡ് അത്യാവശ്യമാണ്. അതേസമയം എല്ലാ ഫുഡും മൈൻഡിനും ബോഡിക്കും നല്ലതാണോ എന്ന് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാം. ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്ക്, അഡോളസെൻസിലുള്ള കുട്ടികൾക്ക്, ഇവർക്കെല്ലാം ഗ്രോത്ത് ഫേസ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും വളർച്ചയ്ക്ക് ഉതകുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. റൈറ്റ് ആയിട്ടുള്ള ഡയറ്റാണ് എടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ പ്യൂരിറ്റിനെയും ഹാർമണിനെയും ഇൻക്രീസ് ചെയ്യിപ്പിക്കും, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഓവറോൾ വെൽബീയിങ്ങിനും സ്പിരിച്വൽ ഗ്രോത്തിനും റൈറ്റ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ് ഏറ്റെടുക്കേണ്ടത് നിർബന്ധമാണ്. മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസുമാണ് ബാലൻസ്ഡ് ഡയറ്റിൽ വരുന്നത്. ഇത് രണ്ടും ഉള്ള ഡയറ്റാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത്. മാക്രോ ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് എനർജി തരുന്നത്, നമ്മുടെ ബോഡി ഹീറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഫാറ്റ് സോഴ്സ് ഓഫ് എനർജിയാണ്. ഇത് സെൽ സ്ട്രക്ചറിനും ലോങ് ലാസ്റ്റിംഗ് എനർജിക്കും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രോട്ടീൻ ആണെങ്കിലോ ടിഷ്യൂ ബിൽഡിങ്ങിനും മെയിൻ്റനൻസിനും വൈറ്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് പ്രോട്ടീൻ തന്നെ സെല്ലുലാർ ഇൻറ്റഗ്രിറ്റിനെയും ഓവറോൾ ഫങ്ഷനിങ്ങിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിറ്റമിൻസും മിനറൽസുമാണ് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയാൻ പറ്റുന്നത്. ദിസ് ഈസ് ക്രൂഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ടിഷ്യൂസ്. നമ്മുടെ ബോഡി ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാനും ഈ മൈക്രോ ന്യൂട്രിയൻസിന് അത്യാവശ്യമായിട്ടുള്ളതാണ്. മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റ്സും ഒക്കെ ബോഡിയിൽ കറക്റ്റായിട്ട് എൻഹാൻസ്ഡ് ആയി പ്രവർത്തിക്കണമെങ്കിൽ, അവയുടെ ഫങ്ഷൻ നടക്കണമെങ്കിൽ ഈ മൈക്രോ ന്യൂട്രിയൻസ് അത്യാവശ്യമായിട്ടുണ്ട്. കുട്ടികൾക്കും അഡോളസെൻസിനും ഉള്ളവർക്കും ഈ ഒരു ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടെങ്കിലേ അവരുടെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് നടക്കുള്ളൂ. സോ അക്കാദമിക്കായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം, ബുദ്ധി നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിലും ഓവറോൾ വെൽബീയിങ്ങിനും നമുക്ക് ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ നല്ല ഭക്ഷണം അത്യാവശ്യമാണ്. എന്താണ് യുക്താഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്? ഭഗവത്ഗീതയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. യുക്താഹാരത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഒരു ഇൻഡിവിജ്വലിൻ്റെ നീഡ്സും ലൈഫ് സ്റ്റൈലും അലൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം യുക്താഹാരം. ഡെയിലി ആക്ടിവിറ്റീസ് നന്നായിട്ട് ചെയ്യാൻ സഹായിക്കുന്ന, ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് ക്വാളിറ്റി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഡയറ്റാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ യുക്താഹാരം എന്ന് പറയുന്നത്. ഇത് ഭഗവത്ഗീതയിലാണ് ഇതിൻ്റെ ഒറിജിനൽ കോൺസെപ്റ്റും ഉള്ളത്. നമുക്കതിനെപ്പറ്റി കൂടുതലായി വിശദമായിട്ട് പഠിക്കാം. ഇവിടെ പറയുന്നത്, ബാലൻസ് ഡയറ്റ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും കറക്റ്റായി കിട്ടുകയുള്ളൂ. ഇനി പറയാൻ പോകുന്ന ഡയറ്റിൻ്റെ ഡിഫറെൻറ്റ് ഡയറ്റ് ടൈപ്സിൽ നമ്മുടെ ആക്ടിവിറ്റി ലെവൽസ് എങ്ങനെ നിൽക്കണം. ഇപ്പോൾ യോഗ മാത്രം നോക്കുന്ന, മെഡിറ്റേഷൻ മാത്രം നോക്കുന്ന സന്യാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും സാത്വികമായിട്ടുള്ള ഡയറ്റ് മാത്രം ഫോളോ ചെയ്ത് പോകാം. പക്ഷേ ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ വേൾഡാണ്, ഗ്രോത്ത് വേണ്ട സമയമാണ്. ആ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുന്ന ഫുഡ് കുറച്ച് രാജസികമായാലും പ്രശ്നമുണ്ടാവില്ല, ബിക്കോസ് അത് ആക്റ്റീവ് ആയിട്ട് ബോഡി ആക്റ്റീവ് ആക്കുന്ന തരത്തിലുള്ള ഫുഡും കൂടിയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും യോഗ മാത്രമല്ല നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത്, മെഡിറ്റേഷൻ മാത്രമല്ല, ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ഉണ്ട്, ബിസിനസ് നോക്കുന്നവരുണ്ട്, അക്കാദമിക് സ്കില്ല് കാണിക്കേണ്ടവരുണ്ട്. സോ അവർക്കെല്ലാം കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ഫുഡും അത്യാവശ്യമാണ്. അപ്പോൾ ഒരാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അവരുടെ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രകൃതി എന്താണ്, ആക്ടിവിറ്റി ലെവൽ എങ്ങനെയായിരിക്കണം, എന്ത് എൻവയോൺമെൻറ്റിലാണ് അവർ ജീവിക്കുന്നത്, എങ്ങനത്തെ ജോലിയാണ് ചെയ്യുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരാളുടെ ഡയറ്റ് ചൂസ് ചെയ്യാൻ. അതേസമയം
വളരെ രാജസികമായിട്ടുള്ള ഫുഡ്, വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡ്, ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കും, ചിലത് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. അങ്ങനെ നമ്മുടെ സ്പിരിച്വൽ വെൽബീയിങ് നല്ലതായിട്ട് വരില്ല. സോ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് രാജസിക് ഫുഡിലേക്ക് പോവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഈ സാത്വിക് ഫുഡ്, രാജസിക് ഫുഡ്, ഇതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. സോ ഒരു ഡയറ്റ് അയാളുടെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്ങിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. ഇതിനുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാത്വിക് ഫുഡ് കഴിക്കുക. സാത്വിക് ഫുഡ് കഴിക്കുന്നത് ഫ്രഷ് ആയിരിക്കും, പ്യുവർ ആയിരിക്കും, അത് നറിഷിങ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഫുഡിനെ സാത്വിക് ഫുഡ് എന്ന് പറയാം. സീസണൽ ഈറ്റിംഗ്, അതായത് നമ്മുടെ ഈ നാട്ടിൽ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സീസണിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അത് കൂടുതലും ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കുക, ഡയറ്റിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കുക. മാമ്പഴത്തിൻ്റെ കാലമാണെങ്കിൽ മാമ്പഴം കഴിക്കുക, ചക്കപ്പഴത്തിൻ്റെ കാലഘട്ടമാണെങ്കിൽ ചക്കപ്പഴം കഴിക്കുക. അങ്ങനെ ഏതാണ് നമ്മുടെ സീസണൽ ഫ്രൂട്ട്സ് ആയിട്ട് വരുന്നത് അത് ഏറ്റവും കൂടുതൽ കഴിക്കാനും ഡയറ്റിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ബോഡി എന്താണ് പറയുന്നത്? നമ്മുടെ ബോഡി ഒരു ഒരു പെർട്ടിക്കുലർ തരത്തിലുള്ള ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല മടി ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഉറക്കം ഫീൽ ചെയ്യുന്നു, ഒന്നും ചെയ്യാൻ വയ്യായ്ക വരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു തരത്തിലുള്ള ഫുഡ് നമ്മുടെ ശരീരത്തിന്, മനസ്സിനും നല്ലതല്ല. അപ്പോൾ നമ്മളത് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ബോഡി എന്ത് പറയുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി, ഇനി എൻ്റെ ബോഡിക്ക് നല്ല ആക്റ്റീവായിരിക്കണം, അതിന് കുറച്ചും കൂടി ഊർജ്ജം കൊടുക്കേണ്ടതുണ്ട്. കാരണം ഞാൻ അത്രയും കായിക അധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എനർജറ്റിക് ഫുഡ് എടുക്കണം. അങ്ങനെ നമ്മുടെ ബോഡി എന്താണോ പറയുന്നത് അത് കേട്ട് മനസ്സിലാക്കി നമ്മുടെ വിശപ്പിനനുസരിച്ച്, നമ്മുടെ ദാഹത്തിനനുസരിച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, നറിഷിങ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക. ഇനി 3 ടൈപ്പ് പേഴ്സണാലിറ്റിയും അവർക്കുള്ള ഡയറ്റും, അല്ലെങ്കിൽ ഈ ഒരു ഡയറ്റ് 3 ടൈപ്സ് ഓഫ് ഡയറ്റ് കഴിക്കുന്നതോടെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അത്തരത്തിലായി മാറും. എങ്ങനെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഈ ഒരു 3 തരത്തിലുള്ള പേഴ്സണാലിറ്റിയെ ഡയറ്റ് കൊണ്ട് ചേഞ്ച് ചെയ്യിക്കാമെന്ന് നോക്കാൻ പറ്റും. ശ്രീമദ് ഭഗവത്ഗീതയിലാണ് ഈ ഒരു ഡയറ്റിനെ പറ്റി ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സാത്വിക്, രാജസിക് ആൻഡ് താമസിക്. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷനിലൂടെ പറയുന്നത് അവരുടെ ക്വാളിറ്റീസാണ്. അതായത് സാത്വികമായിട്ടുള്ള ഫുഡാണെങ്കിൽ സത്വ ക്വാളിറ്റി കൂടുതലുണ്ടായിരിക്കും, രാജസികമായിട്ടുള്ള ഫുഡാണെങ്കിൽ രാജസികമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു ക്വാളിറ്റി കൂടുതലായിരിക്കും. ഇനി താമസികമായിട്ടുള്ള പേഴ്സണാലിറ്റി അല്ലെങ്കിൽ താമസികമായിട്ടുള്ള ഫുഡാണെങ്കിൽ ആ ഒരു ഇനേർഷ്യ ആയിരിക്കും അതിൻ്റെ ക്വാളിറ്റി ആയിട്ട് വരുന്നത്. സോ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ നമ്മുടെ സ്വഭാവത്തിനെ, നമ്മുടെ പ്രിഫറൻസിനെ, ഓവറോൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന കാര്യമാണ് ഈ 3 തരത്തിലുള്ള ഡയറ്റ്. അപ്പോൾ ഈ ഡയറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സാത്വിക് ഡയറ്റ് അല്ലെങ്കിൽ പ്യുവർ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ഇതിൻ്റെ ക്വാളിറ്റീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ സാത്വിക് ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആയുസ് ദീർഘായുസായിട്ട് മാറും, ലൈഫ് സ്പാൻ കൂടുതലായിരിക്കും, മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകും, നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും, നല്ല ഹെൽത്ത് ഉണ്ടാവും ആൻഡ് ഹാപ്പിനെസ് ഉണ്ടാവും. ഇനി ഇത് പ്യൂരിറ്റിയെയും കാംനെസ്സിനെയും കണ്ടൻമെൻറ്റിനെയും, എപ്പോഴും സന്തോഷകരമായിട്ടുള്ള, സമാധാനമായിട്ടുള്ള ഒരു അവസ്ഥയെയും പ്രൊമോട്ട് ചെയ്യും. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത്തരം ഫുഡ് ഫ്രഷ് ആയിരിക്കും, നാച്ചുറൽ ആയിരിക്കും, അഡിക്റ്റീവ്സോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇതിലുണ്ടാവുകയില്ല. ഇത്തരം ഫുഡുകൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു കാംനെസ്, നല്ലൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇതൊക്കെയാണ് ഉണ്ടാവുക. അതിൽ നമ്മൾ ഓവർ കുക്ക് ചെയ്യാതെ നാച്ചുറൽ ഫോമിൽ തന്നെയാണ് ഒരു ഫുഡ് എടുക്കുന്നതെങ്കിൽ, അതായത് ദഹിക്കാൻ പറ്റുന്ന ഫുഡ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് സാത്വിക് ഫുഡായിട്ട് കണക്ക് കൂട്ടാം. ഇനി റോ ആയിട്ടുള്ള, അതായത് കഴുകി വൃത്തിയാക്കി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡും സാത്വികമായിട്ട് കൂട്ടാം. ഇനി സ്റ്റീം, അതായത് ആവിയിൽ വേവിച്ച ഫുഡാണ് എപ്പോഴും സാത്വികമായിട്ട് പറയുന്നത്. ലൈറ്റ്ലി കുക്ക്ഡ് ആയിരിക്കണം. വെജിറ്റബിൾസ് നമുക്ക് ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രിയൻസ് അതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ ഒക്കെ പോവും. സോ ലൈറ്റ്ലി കുക്ക്ഡ് ആയിട്ടുള്ള, അതുകൂടാതെ സ്റ്റീംഡ് ഫുഡായിട്ടുള്ള നമ്മുടെ പുട്ട്, ഇഡലി, ഇതെല്ലാം സാത്വിക് ഫുഡായിട്ടാണ് വരുന്നത്. എക്സാമ്പിൾസ് ഓഫ് സാത്വിക് ഫുഡ് നമുക്ക് നോക്കാം. ഹോൾ ഗ്രെയിൻസ്, കാർബോഹൈഡ്രേറ്റും സസ്റ്റെയിൻ ആയിട്ടുള്ള എനർജിയും നമുക്ക് ഈ ഹോൾ ഗ്രെയിൻസിന് കിട്ടും. അതായത് വീറ്റ്, ചോറ്, ഇതൊക്കെ. പൾസ്, നട്ട്സ് ആൻഡ് സീഡ്സ്, ഇതൊക്കെ പ്രോട്ടീൻ, നമ്മുടെ ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീനും നമ്മുടെ റിപ്പയർ ആൻഡ് ഗ്രോത്ത്, ബോഡിക്ക് ഉണ്ടാകുന്ന റിപ്പയർ ആൻഡ് ഗ്രോത്ത് നടക്കാനും ഈ ഒരു പൾസും നട്ട്സും സീഡ്സൊക്കെ സഹായിക്കും.
ഇനി ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നല്ല ന്യൂട്രിയൻസും മിനറൽസും നമ്മുടെ ബോഡിക്ക് തരും. ഹെർബ്സ്, ഈ ഹെർബ്സ് നാച്ചുറൽ ഫ്ലേവർ ആയിട്ടുള്ള ഹെർബ്സ് ആയിരിക്കണം. ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഹെർബ്സ് ആയിരിക്കണം. ഇനി നാച്ചുറൽ സ്വീറ്റ്നെസ് ലൈക്ക് ഹണി, പല തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഷുഗർ, നമ്മൾ വാങ്ങിക്കുന്ന വെള്ള നിറത്തിലുള്ള പഞ്ചസാര അല്ലാത്ത കുറച്ചധികം സ്വീറ്റ്നസ് ഉണ്ട്, നമുക്കത് പരിചയപ്പെടാം. ഇവയെല്ലാമാണ് സ്വാത്തിക് ഫുഡിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ഇത് കഴിച്ചാലുള്ള നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്ന, മൈൻഡിനുണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെൻ്റൽ ക്ലാരിറ്റി, കാംനെസ്, സ്റ്റേബിൾ, ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പോസിഷൻ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക ഇത്തരത്തിൽ സാത്വികമായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ. ഇനി ഇതാണ് ഐഡിയൽ ഫുഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. യോഗിക് പാത്വേയിൽ പോകുന്നവർക്കും സ്പിരിച്വൽ പാത്വേയിൽ പോകുന്നവർക്കും ഐഡിയൽ ആയിട്ടുള്ള ഫുഡ് ഇത്തരത്തിൽ സ്വാത്വിക് ഫുഡാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്വാത്വിക് ഫുഡാണ് ഹോൾ ഗ്രെയിൻസ്, പൾസ്, നട്ട്സ് ആൻഡ് സീഡ്സ്, ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഹെർബ്സ് ആൻഡ് നാച്ചുറൽ സ്വീറ്റ്നസ്. ഇനി നമുക്ക് രാജസിക് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. രാജസിക് ഡയറ്റ് എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റിംഗ് ആൻഡ് എനർജറ്റിക് ആയിരിക്കും. ഇതിൻ്റെ ക്വാളിറ്റീസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ദിസ് വിൽ ഇൻക്രീസ് ആക്ടിവിറ്റി, ഒരു റെസ്റ്റ്ലെസ്നെസ് വരുത്തും നമ്മുടെ ബോഡിക്കും മൈൻഡിനും. ഇമോഷണലി ഒരു ഇൻസ്റ്റെബിലിറ്റി വരുത്തുന്നതായിരിക്കും രാജസിക് ഫുഡ് എന്ന് പറയുന്നത്. ഇത് ലീഡ് ചെയ്യുന്നത് ഡിസ്കംഫർട്ടിലോട്ടും സ്ട്രെസ്സിലോട്ടും പൊട്ടൻഷ്യലായിട്ടുള്ള അസുഖങ്ങളിലോട്ടുമായിരിക്കും ലീഡ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഫുഡ് എങ്ങനെയിരിക്കും? ബിറ്ററായിട്ടുള്ള ഫുഡ്, സോറായിട്ടുള്ള ഫുഡ്, പുളിയുള്ള, കയ്പുള്ള, സോൾട്ടി ആയിട്ടുള്ള, ഉപ്പ് കൂടുതലുള്ള, എക്സസീവായിട്ട് ഹോട്ടായിട്ടുള്ളത്, പഞ്ചൻ്റ്, ഒരു കഷായകമായിട്ടുള്ള മരുന്നിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്ന ഡയറ്റിൻ്റെയാണ്. പഞ്ചൻ്റ് ആയിട്ടുള്ളത്, ഡ്രൈ ആയിട്ടുള്ളതും ഓവർലി ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് രാജസിക് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റീസ് നമ്മളെ ബോഡിക്കും മൈൻഡിനും ഉണ്ടാവും. അത്തരത്തിൽ നമുക്ക് അജിറ്റേഷൻ ഫീൽ ചെയ്യും, ദേഷ്യം ഫീൽ ചെയ്യും, ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാഫിനേറ്റഡ് ബിവറേജ്, എക്സാമ്പിൾ ടീ, കോഫി, ഇതൊക്കെ രാജസിക് ഫുഡാണ്. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അധികമായി സ്റ്റിമുലേറ്റ് ചെയ്യും, അങ്ങനെ നമുക്ക് അജിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി ഓവർലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ജങ്ക് ഫുഡ്സ്, അതിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് വാല്യൂ ഒക്കെ നല്ല കുറവായിരിക്കും. ഇറ്റ് വിൽ കണ്ടെയ്ൻ ഹാർംഫുൾ അഡിക്റ്റീവ്, അജിനോമോട്ടോ, ഇത്തരത്തിലുള്ള കളർ കൂട്ടാനുള്ള സാധനങ്ങളിടുക, രുചി കൂട്ടാനുള്ള സാധനങ്ങളിടുക, ഇത്തരം പദാർത്ഥങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഫുഡ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി രാജസിക, നോട്ട് ഗുഡ് ഫോർ ദ ഹെൽത്ത്. ഇനി ആർട്ടിഫിഷ്യൽ അഡിക്റ്റീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രിസർവേറ്റീവ്സ് ചേർന്ന ഫുഡ്സ്, അതായത് ഒരുപാട് നാൾ കേടുകൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ഫുഡ് അഡിക്റ്റീവ്സ് ചേർക്കുകയാണെങ്കിൽ അതും രാജസികമായിട്ടുള്ള നേച്ചറാണ്. ഇനി ഹോട്ട്, ചില്ലി ആൻഡ് സ്പൈസി ഫുഡ്, ഒരുപാട് എരിവുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഇറ്റ് വിൽ ഇറിറ്റേറ്റ് ദ മ്യൂക്കസ് മെംബ്രെയിൻ. നമ്മുടെ സോഫ്റ്റ് മ്യൂക്കസ് മെംബ്രെയിനാണ് നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും, ഉള്ളിലുള്ള എല്ലാ ഓർഗൻസിനും ഉള്ളത്. അപ്പോൾ അവയെല്ലാം ഇറിറ്റേറ്റ് ചെയ്യാണ് ഇത്തരം സ്പൈസി ആൻഡ് ചില്ലി ഫുഡ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഡൈജസ്റ്റീവ് ഡിസ്കംഫോർട്ടും ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഗാർലിക്, ഓണിയൻ, മഷ്റൂം, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇവയും രാജസിക് ഫുഡാണ്. ബിക്കോസ് ഇതൊരു ഓവർ സ്റ്റിമുലേറ്റിംഗ് ഫുഡാണ്. സോ ഇറ്റ്സ് അൺസ്യൂട്ടബിൾ ഫോർ മെയിൻറ്റെയിനിങ് മെൻ്റൽ ഹെൽത്ത്. അതുകൊണ്ടാണ് ജെയിൻ മതക്കാർ പ്രത്യേകിച്ചും ഈ ഗാർലിക്കും ഓണിയൻസും മഷ്റൂംസും ഒന്നും യൂസ് ചെയ്യാറില്ല. അത് തന്നെയാണ് നമ്മൾ സാത്വിക് ഡയറ്റിലും പറയുന്നത്. ഗാർലിക്കും ഓണിയൻസും മഷ്റൂമും രാജസികമായിട്ടുള്ള നേച്ചറാണ് കൊണ്ടുവരുത്തുന്നത്. സോ ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാലുള്ള ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകും, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകും, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ തന്നെ ഇത് ഡിസ്റ്റർബ് ചെയ്ത് കളയുന്നു. സോ ഇത് വൈൽ പ്രൊവൈഡിങ് എനർജി നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ പീസിനെ അവിടെ കുറച്ച് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചല്ല, ഒരുപാട് സ്പൈസിനെസ് കഴിക്കുന്നവർക്കും ഒരുപാട് രാജസിക് ഫുഡ് കഴിക്കുന്നവർക്കും ആ ഒരു മെൻ്റൽ പീസിന് നല്ല ഡിസ്റ്റർബൻസ് തന്നെ ഉണ്ടാകും. കൂടാതെ നമുക്ക് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകും, നല്ല ദേഷ്യവും കാര്യങ്ങളും ഇറിറ്റേഷനും ഒക്കെ വരുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം കോഫിയും ടീയും, ഓവർലി പ്രോസസ്ഡ് ഫുഡ്, ആർട്ടിഫിഷ്യൽ അഡിക്റ്റീവ്സ്, ഹോട്ട്, ചില്ലി ആൻഡ് സ്പൈസി ഫുഡ്, ഗാർലിക്, ഓണിയൻ, മഷ്റൂം, ഇതൊക്കെയാണ് രാജസിക് ഫുഡായിട്ട് വരുന്നത്. ഇനി നമുക്ക് താമസിക് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇതിൻ്റെ ക്വാളിറ്റീസ് ലെതേർജിക് ആയിരിക്കും, നമുക്കൊരു മടി
കൊണ്ടുവരുത്തുന്നത്, കൺഫ്യൂഷൻ കൊണ്ടുവരുത്തുന്നത്, മൈൻഡിന് ഡൾനെസ് വരുത്തുന്നത്, അത്തരത്തിലുള്ള ഫുഡാണ് താമസികമായിട്ടുള്ള ഫുഡ്. ഇതുകൊണ്ട് നമുക്കൊരു ജഡത്വം, ഒന്നും ചെയ്യാൻ തോന്നായിക, ഡിപ്രഷൻ, പിന്നെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഒന്നും ചെയ്യാനൊരു, എല്ലാത്തിനും ഒരു മടി, ഇതൊക്കെയാണ് താമസിക് ഡയറ്റ് കഴിച്ചാലുള്ള അതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് സ്റ്റെയിലായിട്ടുള്ള ഫുള്ള് ഓവർ റൈപ്പായിട്ടുള്ള ഫുഡ്, അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്, ഒട്ടും കുക്ക്ഡ് അല്ലാത്ത, അതായത് റോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഫുഡ് അണ്ടർ കുക്ക്ഡ് ആയിക്കഴിഞ്ഞാൽ അത് താമസിക്കായിട്ട് ആയിരിക്കും. മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷൻ വളരെയധികം മന്ദഗതിയിലാക്കുന്ന ഫുഡുകളാണ് താമസിക് ഫുഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ് മീറ്റ് ഒരു താമസികമായിട്ടുള്ള ഫുഡാണ്. ഇത് ഹെവി ആൻഡ് ഡിഫിക്കൾട്ട് ടു ഡൈജസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്ലഗ്ഗിഷ്നെസ് നമ്മുടെ ഡൈജഷനും നമ്മുടെ ഡെയിലി ലൈഫിലും വരുത്തും. ആൽക്കഹോൾ ഒരു താമസികമായിട്ടുള്ളൊരു ഫുഡാണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അത് ഡിപ്രസ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റീനെയും അത് ഇല്ലാതെയാക്കും. ഇനി സ്പോയിൽഡ് ആൻഡ് സ്റ്റേൽ ഫുഡ്, നമുക്ക് ആ ഒരു ഫുഡ്, അത്തരത്തിൽ ഇപ്പോൾ പൂപ്പൽ വന്ന ഫുഡുകൾ, ഇല്ലാതായിപ്പോയ ഒരുപാട് പാക്ഡ് ഫുഡ്, ആ പാക്ഡ് ഫുഡിൽ തന്നെ പ്രത്യേകിച്ചും എക്സ്പയറി ഡേറ്റ്സ് കഴിഞ്ഞ ഫുഡുകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു അസുഖവും കാര്യങ്ങളൊക്കെ വന്ന് ചേരും. അതിൽ നിന്ന് നമുക്ക് ലേക്ക് ഓഫ് എനർജി ആയിരിക്കും ഉണ്ടാവുന്നത്. അതൊരു ഫിസിക്കൽ ഇൽനെസ്സിനെ, ഡിസീസിലേക്ക് വന്ന് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓവർ റൈപ്പായിട്ടുള്ള അല്ലെങ്കിൽ അൺറൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഈ ഫ്രൂട്ട്സിലേക്ക് അണ്ടർ റൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ പ്രത്യേകിച്ചും കറകൾ ഉണ്ടാകുക, അത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിനെ തന്നെ ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള ഫുഡാണ് അൺറൈപ്പ് ഫുഡ്. ഇനി ഓവർ റൈപ്പ് ഫുഡാണെങ്കിലും അതിന് അത്യാവശ്യം നമുക്ക് ഉണ്ടായിരിക്കുന്ന ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ പോയിട്ടുണ്ടാവും. സോ അത് കഴിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണം ഒന്നും ബോഡിക്ക് ഉണ്ടാവില്ല. കൂടാതെ അത് ഡൈജഷനെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും. ഇനി ബേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവറായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഓവർ പ്രോസസ്ഡ് അല്ലെങ്കിൽ ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റാലിറ്റിയെ ഇല്ലാതാക്കും, നമ്മുടെ ഡൈജഷനെ അത് ബാധിക്കും. ഫെർമെൻറ്റഡ് ഫുഡ്, ഇത് ഉപ്പിലിട്ടത്, അത്തരത്തിലുള്ള വിനെഗർ ചേർത്ത ഫുഡുകൾ, ഇതൊക്കെ നമുക്ക് ഒരുപാട് ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം കൊണ്ടുവരുത്തിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള താമസിക് ഫുഡ് കഴിച്ചാലുണ്ടാകുന്ന ഇമ്പാക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആ ഒരു സ്ലഗ്ഗിഷ്നെസ് വരുത്തും, ഡിപ്രഷൻ വരുത്തും, മെൻ്റൽ കൺഫ്യൂഷൻസ് വരുത്തും. ഇതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് നല്ല ഫുഡ് കഴിച്ചാൽ നന്നായിട്ടിരിക്കും. സോ ഒരുപാട് ക്രോണിക് ആയിട്ടുള്ള ഡിപ്രഷൻസ് വരുത്താൻ ഇത്തരം ഫുഡ് ഡെയിലി കഴിക്കുന്നത് കാരണമാകും. ഇനി ഇതൊരു ഖരവിഷമായിട്ട് നമുക്ക് എടുക്കാം. ഖരവിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഉള്ളിൽ ചെന്ന് അടിഞ്ഞുകൂടി പതിയെ ഓരോ അസുഖങ്ങൾ, ഭാവിയിൽ ഓരോ അസുഖത്തിലേക്കും എത്തിക്കുന്നതിനാണ് ഇത്തരം വിഷം എന്ന് പറയുന്നത്. സോ താമസികമായിട്ടുള്ള ഫുഡ് കുറച്ചായിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലും അത് പിന്നെ ഭാവിയിൽ വലിയൊരു പ്രശ്നമായിട്ട് തീരാൻ കാരണമാകും. ഇവിടെ നമുക്ക് കാണാൻ കഴിയും റെഡ് മീറ്റ്, ആൽക്കഹോൾ, സ്പോയിൽഡ് ഓർ സ്റ്റേൽ ഫുഡ്, overripe or unripe fruits, burned and overly processed food, fermented food, ഇതൊക്കെ താമസികമായിട്ടുള്ള ഫുഡാണ്. ഇനി യോഗയിൽ പറയുന്ന പഥ്യവും അപഥ്യവും എന്തൊക്കെയാണെന്ന് നോക്കാം. പഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസം ഫുഡ്, നമ്മൾ എടുക്കേണ്ട ഫുഡ്, നമ്മൾ കഴിക്കേണ്ട ഫുഡാണ് പഥ്യ. അപഥ്യം എന്ന് പറഞ്ഞാൽ അൺഹോൾസം, നമ്മുടെ ബോഡിക്കും മനസ്സിനും ഒന്നും നല്ലതല്ലാത്ത ഫുഡുകളാണ് അപഥ്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു അപഥ്യ ഫുഡും പഥ്യ ഫുഡും എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതെല്ലാം കറക്റ്റായിട്ട് നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപഥ്യ ഫുഡ് ഫസ്റ്റ് നോക്കാം. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയായിരിക്കും എന്ന് പറഞ്ഞാൽ സോറായിട്ടുള്ള, ഒരുപാട് പുളിയുള്ള, കയ്പുള്ള, ഒരുപാട് ഉപ്പുള്ള, ഓവറായിട്ട് ഹീറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ഫുഡാണോ അതൊക്കെ അപഥ്യമാണ്. അതൊന്നും എടുക്കാൻ പാടില്ല. ഇനി എന്തൊക്കെയാണ് സ്പെസിഫൈ ചെയ്ത് പറയുന്ന അപഥ്യമായിട്ടുള്ള ഫുഡ്? ചില ഗ്രീൻ വെജിറ്റബിൾസ് അപഥ്യമായിട്ട് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മസ്റ്റാർഡ് ഗ്രീൻസ്, അതൊരു അപഥ്യമായിട്ടാണ് പറയുന്നത്. കെയിൽ എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് കൂടുതലും താമസിക് എനർജി കൊണ്ടുവരുത്തുന്നതാണ് കെയിൽ ഫുഡ്. ഡാൻഡലിയോൺ ഗ്രീൻസ്, പിന്നെ എഗ് പ്ലാന്റ്സ്, അത് ബ്രിഞ്ചാളിൻ്റെ ഒരു വെറൈറ്റി, നീണ്ട ഒരു വെറൈറ്റിയാണ് എഗ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഗ്രീൻ ബെൽ പെപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉരുണ്ടിരിക്കുന്ന വലിയ മുളക്,
ഓയിലി ഫുഡ്സ്. നമ്മളിന്ന് നിരന്തരം മുക്കിലും മൂലയിലും കാണുന്നത് ഇത്തരത്തിലുള്ള ഓയിലി ഫുഡ്സിൻ്റെ വിൽപ്പനയാണ്. അതായത് നമ്മുടെ പഴംപൊരി, പിന്നെ അങ്ങനത്തെ ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുത്ത സാധനങ്ങൾ ഒരുപാട് ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഒരുപാടായിട്ട് കഴിക്കുന്നത് കാണാറുണ്ട്. അതൊക്കെ അപഥ്യമാണ്. എന്നാൽ ഈ ഓയിൽ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന പഥ്യമായിട്ടുള്ള ഫുഡ്സും ഉണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓയിലി ആയിട്ടുള്ള സ്നാക്സൊക്കെ നമുക്ക് കേട് തന്നെയാണ്. ആൽക്കഹോൾ അപഥ്യമാണ്. അത് ഇൻടോക്സിക്കേഷൻ തരുന്നത് കൊണ്ട് അത് ആൽക്കഹോളും അപഥ്യമാണ്. ഫിഷ് ആൻഡ് ഫ്ലഷ് ഫുഡ്സ് പറയുന്നുണ്ട്. നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാ ഫുഡും യോഗയിൽ അപഥ്യമായിട്ടാണ് പറയുന്നത്. ഇത് ഡൈജഷനെ ഹിൻഡർ ചെയ്യും. നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്താണ് കേടെന്ന് പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒരു മൃഗത്തിനെ അല്ലെങ്കിൽ കോഴിയോ പശുവിനെയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കൊന്നു തിന്നാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ കൊല്ലുന്ന സമയത്ത് അതിൻ്റെ ബോഡിയിലൊരു ആങ്സൈറ്റി ഉണ്ടാകും. അതിനുണ്ടാകുന്ന ആങ്സൈറ്റി അതിൻ്റെ മസിൽസിലേക്കും അതിൻ്റെ ബ്ലഡ് വെസൽസിലേക്കും ഒക്കെ സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ അത്തരം സ്റ്റോർ ചെയ്യപ്പെടുന്ന ആ ഒരു മസിലിൻ്റെ ഗുണമായിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് ആങ്സൈറ്റിയാണ്, നമ്മൾ കഴിക്കുന്നത് പേടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പ്രാണിക് എനർജി, ആ ഒരു മൃഗത്തിൻ്റെ കൊല്ലപ്പെടുന്ന ആ ഒരു മൃഗത്തിൻ്റെ ആ ഒരു പ്രാണിക് എനർജി അത്തരത്തിലുള്ള ആ ഒരു മീറ്റിലും ഉണ്ടാകും. ആ മീറ്റ് നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്കും ആ ഒരു എനർജി വരും. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ സ്പിരിച്വൽ ജേണിക്ക് ഒഴിവാക്കേണ്ടത് ഈ ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡാണ്. ഇനി കേർഡ്സും ബട്ടർ മിൽക്സും അപഥ്യമായിട്ട് പറയുന്നുണ്ട്, കാരണം ഇത് ഫെർമെൻറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ്. ഇനി ഓയിൽ കേക്ക്സും ഗാർലിക്സും ഇത് രണ്ടും എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ഗാർലിക്സ് പൊതുവേ നമുക്ക് താമസികമായിട്ടുള്ള ഗുണമാണ് അതിലുള്ളത്. ഓയിൽ കേക്ക്സും നമുക്ക് തരുന്നത് താമസികമായിട്ടുള്ള എനർജിയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം സെർട്ടൈൻ ആയിട്ടുള്ള ഗ്രീൻ വെജിറ്റബിൾസ്, ആൽക്കഹോൾ, ഓയിലി ഫുഡ്സ്, ഓയിൽ കേക്ക്സ് ആൻഡ് ഗാർലിക്സ്, കേർഡ് ആൻഡ് ബട്ടർ മിൽക്സ് ഇതൊക്കെയാണ് അപഥ്യമായിട്ട് പറയുന്നത്. മറ്റെന്തൊക്കെയാണ് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയുന്നത്. ഒരിക്കൽ തണുപ്പിച്ച് കഴിഞ്ഞ് പിന്നെയും ചൂടാക്കി യൂസ് ചെയ്യുന്നത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം തന്നെ മാറിപ്പോവും. അപ്പോൾ അതിൻ്റെ ആ ഒരു തണുപ്പിക്കുമ്പോൾ അതിന് താമസിക ഗുണവും റീഹീറ്റ് ചെയ്യുമ്പോൾ അത് രാജസിക ഗുണവും ആവും. അപ്പോൾ അത് സ്പോയിലായി പോകും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ രീതിയിൽ കൂൾ ചെയ്ത് റീഹീറ്റ് ചെയ്ത് കഴിക്കാൻ പാടില്ല. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഓവർലി ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ഒരുപാട് ചിപ്സ് പാക്കറ്റിൽ വരുന്ന ഒരുപാട് ചിപ്സ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് ലെയ്സ്, ബിങ്കോ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ നാച്ചുറൽ ഓയിൽസ് ഡിവോയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. സോ ഇതൊക്കെ ഒരിക്കലും നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഇനി ഒരുപാട് സോൾട്ടി ആയിട്ടുള്ള ഒരുപാട് അസിഡിക് ആയിട്ടുള്ള ഫുഡ്, പ്രോസസ്സ് ചെയ്ത ഫുഡ്, സോൾട്ടി ആയിട്ടുള്ള നമ്മൾ ഒരുപാട് സ്നാക്സ് വരുന്നതിൽ ഒരുപാട് സോൾട്ടി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അത് ഒഴിവാക്കുക. ഒരുപാട് അസിഡിക് ആയിട്ട് വരുന്ന ഫുഡ്സ് ഉണ്ടാവും, അത് ഒഴിവാക്കുക. പിന്നെ ഒരുപാട് നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് ആയാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരുപാട് ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു മീൽസ് അതും ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും അത് ഇംബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫുഡ് പോയ്സണിങ്ങോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഖരവിഷം പോലെ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞടിഞ്ഞ് ഭാവിയിൽ അത് പലതര അസുഖങ്ങളിലേക്കും നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റീനെ ഡിസ്റ്റർബൻസിലാക്കുന്നതിലേക്കും കൊണ്ടെത്തിക്കും. പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി പോകുന്നതും ഫീൽ ചെയ്യാൻ പറ്റും. ഇനി യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, എസ്പെഷ്യലി സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഇത്തരത്തിലുള്ള ഫുഡ് ഇൻടേക്ക് ചെയ്യരുത്. ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഹോൾസം ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. പഥ്യമായിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണ് പഥ്യമായിട്ട് പറയുന്നത്? നറിഷിംഗ് ആയിട്ടുള്ള, പ്യുവർ ആയിട്ടുള്ള, ഓവറോൾ ഹെൽത്തും വൈറ്റാലിറ്റിയും ഇൻക്രീസ് ചെയ്യിക്കുന്നതിന് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യിക്കുന്ന തരത്തിലുള്ള ഫുഡായിരിക്കണം ഹോൾസം ഫുഡ്. സോ ഇത്തരത്തിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വീറ്റ്, റൈസ്, ബാർലി തുടങ്ങിയ ഗ്രെയിൻസ്, മിൽക്കും ഗീയും.
അത് ക്ലാരിഫൈഡ് ആയിട്ടുള്ള ബട്ടറും നല്ലതാണ്. ബട്ടർ, ഗീ, മിൽക്ക് തുടങ്ങിയ ഡയറി പ്രൊഡക്ട്സ് നല്ലതാണ്. ഇനി ഷുഗർ, നമ്മുടെ നാച്ചുറലി ഉള്ള നാച്ചുറൽ ഷുഗർസ് ലൈക്ക് ഡ്രൈ ജിഞ്ചർ, ഇഞ്ചി മുട്ടായി എന്ന് പറയും, സ്റ്റീവിയ, അതൊരു തരം ഇലയാണ്, മധുര തുളസിയാണ്. അത് ഏറ്റവും നല്ലതാണ് നമുക്ക് സ്വീറ്റ്നറായിട്ട് ആഡ് ചെയ്യാൻ. ഹണി, നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഹണി, പാം ഷുഗർ, പിന്നെ അതിനെ ബ്രൗൺ ഷുഗർ എന്നും പറയുന്നുണ്ട്. പാം ഷുഗർ, ജാഗറി, ലിക്വറൈസ് എന്ന് പറയുന്നത് ഇരട്ടി മധുരം. ഇത്തരം സ്വീറ്റ്നേഴ്സൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു 5 തരം ഫ്രൂട്ട്സ് പറയുന്നുണ്ട്. സ്പൈനാഷ്, അതായത് ചീര, ക്യാരറ്റ്, പിന്നെ കുക്കുംബർ, മത്തങ്ങ, ഇത്തരത്തിൽ കുമ്പളങ്ങ, ഇങ്ങനെ തുടങ്ങിയ 5 പ്രധാനപ്പെട്ട വെജിറ്റബിൾസും കൂടാതെ തന്നെ മറ്റ് പല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് ലീഫി വെജിറ്റബിൾസ് ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, സീസണൽ ഫ്രൂട്ട്സ് ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ പറയുന്നത് ലെൻറ്റിൽസ്, ബീൻസ് തുടങ്ങിയ പൾസസിനെ കുറിച്ചാണ്. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും കഴിക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, പ്യുവർ വാട്ടർ തന്നെ അതിന് യൂസ് ചെയ്യാം. ഹോൾസം ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രെയിൻസ്, ഡയറി, സ്വീറ്റ്നേഴ്സ്, നാച്ചുറൽ സ്വീറ്റ്നേഴ്സ്, അതിൽ തന്നെ മാപ്പിൾ സിറപ്പ് വരുന്നുണ്ട്, ഇറ്റ്സ് നാച്ചുറൽ സ്വീറ്റ്നറാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പൾസസ്, പ്യുവർ വാട്ടർ. സോ യോഗ ഫോളോ ചെയ്യുന്ന ഒരാൾ എപ്പോഴും മിൽക്കും ഗീയും മിക്സ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള നറിഷിംഗ് ആയിട്ടുള്ള സ്വീറ്റ് ഫുഡ് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അതിനുള്ള റെസിപ്പീസ് താഴെ പറയാം. ഇനി നല്ല ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ധാതുക്കൾ എപ്പോഴും നറിഷായിക്കൊണ്ടിരിക്കും. സപ്തധാതുക്കൾ പറയുന്നുണ്ട്. 7 തരത്തിലെ ധാതുക്കൾ. ഒരു ധാതു നറിഷായാൽ അടുത്ത ധാതുവിനെ അത് നറിഷ് ചെയ്യിക്കുന്നു. അങ്ങനെ 7 തരത്തിലുള്ള ധാതുക്കളുണ്ട്. അത് നമുക്ക് വഴിയെ പഠിക്കാം. അത്തരത്തിൽ ധാതു പോഷണം ചെയ്യുന്ന നറിഷിംഗ് ആയിട്ടുള്ള ഫുഡ് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ നറിഷിംഗ് ആയിട്ടുള്ള ധാതു പോഷണമായിട്ടുള്ള ഫുഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് അതൊരു പ്രൊമോഷനായിരിക്കും. ഹെൽത്ത് നന്നായിട്ടത് പ്രൊമോട്ട് ചെയ്യും. ഇനി സപ്പോർട്ട് സ്പിരിച്വൽ practices, then sustain the body and mind in a state of balance and clarity. They are especially recommended for those engaged in meditation and pranayam. നറിഷിംഗ് ആയിട്ടുള്ള സ്വീറ്റ് ഫുഡ്സിൻ്റെ കുറച്ച് റെസിപ്പീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഗീർ എന്ന് പറയുന്നത് റൈസ് പുഡിംഗ് ആണ്. അപ്പം ഈ ഒരു റൈസ് പുഡിങ്ങിൽ മിൽക്കും അതോടൊപ്പം ഗീയും മിക്സ് ചെയ്തിട്ട്, ജാഗറി, ഷുഗർ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന റൈസ് പുഡിങ്, ഇറ്റ്സ് സോ ഗുഡ് ആൻഡ് സോ ടേസ്റ്റിയുമാണ്. സോ ഫ്ലേവറിന് വേണ്ടി അതിൽ കാർഡമം ചേർക്കാം, സാഫ്രോൺ ചേർക്കാം, കുങ്കുമം, ഏലക്കായ ഇതൊക്കെ ചേർത്ത് ഗാർണിഷ് ചെയ്ത് നട്ട്സൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും നറിഷിംഗ് ആയിട്ടുള്ള സ്വീറ്റ് ഫുഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഗീ റോസ്റ്റഡ് നട്ട്സും റൈസിൻസും കഴിക്കുന്നത്, മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ നമുക്ക് ഗീ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അത് നമുക്ക് വാം ആയിട്ടുള്ള മിൽക്കും അതിൽ ഗീയൊക്കെ കൂട്ടിയിട്ട് റോസ്റ്റ് ചെയ്ത് നട്ട്സും ഇട്ട് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത്തരത്തിൽ നട്ട്സും റൈസിൻസും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതൊരു ക്വിക്ക് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് ഒരു എനർജി ഫീൽ ചെയ്യും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ പറയുന്നത് റവ ഹൽവ അല്ലെങ്കിൽ സേമിയ ഹൽവ, സെമോളീന എന്നും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡെസേർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഹൽവ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മിൽക്കിലാണ് ഉണ്ടാക്കുന്നത്. ജാഗറിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഹൽവ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നട്ട്സും ഡ്രൈഡ് ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. ഇനി പിന്നെ പറയുന്നത് കിച്ചടിയാണ്. ഈ കിച്ചടിയിൽ ഗീയും മിൽക്കും യൂസ് ചെയ്തിട്ടുള്ള കിച്ചടി, ഈ പറഞ്ഞ പോലെ ജാഗറി യൂസ് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ പോലെ സാഫ്രണും കാർഡമവും ഒക്കെ നമുക്ക് ഗാർണിഷിംഗ് ആയിട്ട് യൂസ് ചെയ്ത് കിച്ചടി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കിച്ചടി എന്ന് പറയുമ്പോൾ പയറ് വർഗ്ഗത്തിൽപ്പെട്ട നമ്മുടെ എല്ലാ പൾസസൊക്കെ ഇട്ടുണ്ടാക്കുന്നതാണ് കിച്ചടി എന്ന് പറയുന്നത്. ദെൻ സ്വീറ്റൻ ആയിട്ടുള്ള ഡാലിയ, അതായത് കഞ്ഞി പോലെ നമുക്ക് ബ്രോക്കൺ ആയിട്ടുള്ള വീറ്റ് കൊണ്ടിട്ട് കഞ്ഞി പോലെ ഉണ്ടാക്കി കുടിക്കാം. അതും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ഡയറ്റൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേസമയം നമ്മൾ ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മോഡറേറ്റ് ഡയറ്റിൻ്റെ അത്യാവശ്യകതയാണ് പറയുന്നത്. മിതാഹാരം, നമ്മൾ ഈ പറഞ്ഞ സാത്വികമായിട്ടുള്ള ഫുഡാണെങ്കിൽ അത് മിതാഹാരമായിരിക്കണം. ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഇപ്പോൾ മിതാഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡറേറ്റ് ആയിട്ട് മൈൻഡ്ഫുള്ളായിട്ടുള്ള ഈറ്റിംഗ് നടത്തുന്നതിനാണ് മോഡറേറ്റ് ഡയറ്റ് അല്ലെങ്കിൽ മിതാഹാരം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു റെഫറൻസ് പറയുന്നത് ഹഠയോഗ പ്രദീപികയിലാണ്.
അമിതമായി കഴിഞ്ഞാൽ അമൃതും വിഷമായിരിക്കും എന്ന് നമ്മൾ പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് കഴിച്ചാലും അത് അമിതമായി കഴിഞ്ഞാൽ അത് കേടായിരിക്കും ബോഡിക്ക്. സോ അണ്ടർ ഈറ്റിങ്ങും ഓവർ ഈറ്റിങ്ങും നല്ലതല്ല. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആണെങ്കിൽ അണ്ടർ ഈറ്റിംഗ് ആവാനും പാടില്ല, ഓവർ ഈറ്റിങ്ങും ആവാൻ പാടില്ല. സോ ഇത്തരത്തിൽ ഈ ഒരു ഓവർ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാലൻസ് നഷ്ടപ്പെടും. ക്വാളിറ്റി ഓഫ് ഫുഡ് പറയുകയാണെങ്കിൽ പ്യുവർ ആയിട്ടുള്ള സാത്വികമായിട്ടുള്ള ഫുഡ് തന്നെയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതും മോഡറേറ്റ് ആയിട്ടുള്ള രീതിക്ക് മാത്രം എടുക്കുക. പിന്നെ എങ്ങനെ ഫുഡ് കഴിക്കണം, മൈൻഡ്ഫുള്ളായിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടുന്ന ഫുഡിനെ തെറ്റ് പറഞ്ഞ് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന എനർജിക്ക് ഡിഫറൻസ് ഉണ്ടാകും. ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ മന്ത്രാസിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്കിന് ആ വൈബ്രേഷന് ഓരോ പ്രത്യേകതയുണ്ട്. ആ ഒരു വൈബ്രേഷൻ കൊണ്ട് നമുക്ക് എനർജി നന്നാക്കാനും ബാലൻസ് ആക്കാനും ഇംബാലൻസ് ചെയ്യിക്കാനും പറ്റും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുഡ് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് ഒരാൾ തരുമ്പോൾ നന്ദിയോടെ ആ ഫുഡ് തന്നയാൾക്കും ആ ഫുഡ് ഉണ്ടാക്കിയ ആൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രകൃതിയോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ഫുഡ് കഴിക്കാൻ. അപ്പോഴേ നമുക്ക് ആ ഒരു നറിഷ്മെൻറ്റും കാര്യവും കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ഒരു വൈബ്രേഷൻ എഫക്റ്റ് എങ്ങനെ പരീക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, വെള്ളത്തിൽ തന്നെ നമ്മൾ ഒരു ഹേറ്റ്രഡ് ആയിട്ടുള്ള സംഭവം പറഞ്ഞിട്ട് നമ്മൾ ആ വെള്ളത്തിൽ പറയുകയാണെങ്കിൽ ആ വെള്ളത്തിന് മെമ്മറി ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ ഫുഡ്സിനും മെമ്മറി ഉണ്ട്. പ്രത്യേകിച്ച് ഈ ജീവനുള്ള അല്ലെങ്കിൽ റോ ആയിട്ടുള്ള ഫുഡിന് നല്ലൊരു ജീവൻ തരാനുള്ളൊരു ഒരു പ്രാണിക്ക് എനർജി തരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇത്തരം കപ്പാസിറ്റി ഉള്ള ഫുഡ്സിനായാലും നമ്മളുടെ വൈബ്രേഷൻ അതിനെ എഫക്റ്റ് ചെയ്യും. സോ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ആണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അതിൻ്റെ അടുത്തിരുന്ന് ഫുഡ് കഴിക്കുന്നതെങ്കിൽ അതിന് തരാൻ പറ്റുന്ന എനർജി നല്ലതായിരിക്കും. അതേസമയം ഒരു പരീക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വെള്ളത്തിൽ ആ കാര്യങ്ങൾ ഹേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ എനർജി കുറയും. അത് കുടിക്കുന്ന ആൾക്ക് കേടായിരിക്കും ഉണ്ടാവുക. അതേസമയം ആ ഒരു വെള്ളത്തിനോട് സന്തോഷകരമായിട്ട് സ്നേഹത്തോടെയുള്ള വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടിക്കുന്ന വെള്ളം നമ്മളെ നറിഷ് ചെയ്യും. അത് വെള്ളമായിരുന്നാൽ പോലും നമ്മളെ നന്നായിട്ട് നറിഷ് ചെയ്യും. അപ്പം ഈ പരീക്ഷണം എങ്ങനെ നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടികളിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് തെറ്റ് പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് വെള്ളം ഒഴിക്കുന്ന ചെടി പെട്ടെന്ന് കെട്ടുപോകും അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതേസമയം നല്ല രീതിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള ചെടികൾക്ക് നല്ല വളർച്ചയും ഗ്രോത്തും ഒക്കെ കാണാൻ പറ്റും. ഗ്രോത്തും നല്ല കായ്കനികളും ഉണ്ടാവുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ വൈബ്രേഷന്. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടെ മൈൻഡ്ഫുള്ളായിട്ട് തന്നെ ഈറ്റ് ചെയ്യണം, നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പോൾ മൈൻഡ്ഫുൾ ഈറ്റിങ്ങിൽ വരുന്ന മറ്റൊരു കാര്യം, നമ്മുടെ സെൻസ്, അതായത് നമ്മളെ നാക്ക്, അതിൻ്റെ രുചി, ആ ഒരു നാക്ക് യൂസ് ചെയ്തിട്ട് രുചി അറിഞ്ഞ് നല്ല മൈൻഡ്ഫുള്ളായിട്ട് ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ യോഗിക് ജേണിയിലും സ്പിരിച്വൽ അവേക്കനിങ്ങിലും നല്ല ഹെൽപ്ഫുള്ളായിട്ട് മാറുന്നതാണ്. എത്രത്തോളം ഫുഡിന് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കേണ്ട ഫുഡ് സ്മോൾ ക്വാളിറ്റിയിലായിരിക്കണം. നമ്മുടെ വിശപ്പിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രീതിക്കുള്ള അത്രയും ക്വാണ്ടിറ്റി ഉള്ള ഫുഡായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. റെഗുലറായിട്ട് ഒരേ സമയത്ത് തന്നെ ഫുഡ് കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോഴേ നമ്മുടെ മെറ്റബോളിസം കറക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരേ ടൈമിൽ ഒരു 3 തവണയാണ് അല്ലെങ്കിൽ 2 തവണയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ തന്നെ എന്നും കഴിക്കുമ്പോൾ ബോഡിക്കൊരു മെമ്മറി ക്രിയേറ്റ് ആവും. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിലൊരു മെമ്മറി ക്രിയേറ്റ് ആവും. അപ്പോൾ ആ മെമ്മറി ഉള്ള സമയത്ത് ഡൈജഷന് ആവശ്യമായിട്ടുള്ള ബൈൽസ് ആയാലും ആസിഡ് ആയാലും അതൊക്കെ വയറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ അതേ ഒരു രീതിയിൽ എന്ന് നടക്കുന്നത് കൊണ്ട് ഒരു ദിവസം നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്ത് മാറ്റി ഫുഡ് കഴിക്കുകയാണ്. പല രീതിയിലാണ് പല സമയത്തേക്ക് മാറ്റി ആ ഒരു റെഗുലർ മീൽസ് എന്ന് പറയുന്നത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമ്മുടെ മെമ്മറിയിലുള്ള അതേ സമയത്ത് ഫുഡിന് ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ബൈലും ആസിഡും ഒക്കെ ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ വയറ് ഓട്ടോമാറ്റിക്കലി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ നമുക്കത് ആസിഡിറ്റി ആയിട്ട് മാറും, വേറെ പല അസുഖങ്ങളിലേക്കും കൊണ്ടു ചെന്നെത്തിക്കും. നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ആ ഒരു മെയിൻ്റനൻസ് മാറും, ബ്ലഡിലേക്ക് ഉള്ള ഷുഗറിൻ്റെ കണ്ടൻറ്റിൽ വ്യത്യാസം വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മൊത്തത്തിലുള്ള നമ്മുടെ മെറ്റബോളിസം സ്ക്രൂഡപ്പ് ആവും. സോ അത് വരാതിരിക്കാൻ നമ്മൾ റെഗുലർ ടൈമിൽ ഒരേ ടൈമിൽ തന്നെ മീൽസ് ഇൻടേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഡൈജസ്റ്റീവ് ഹെൽത്തിന് നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ ഫുഡും കാരണമാകും. അപ്പോൾ നമ്മൾ നല്ല ഫുഡല്ല ഇൻടേക്ക് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഡൈജഷനെ ബാധിക്കും. ഇനി മെഡിറ്റേഷനും പ്രാണായാമവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ എപ്പോഴും ലൈറ്റായിട്ടുള്ള കുറച്ച് ഫുഡ്, മോഡറേറ്റ് ആയിട്ടുള്ള വിശപ്പ് മാറാനുള്ള ഫുഡ് തന്നെ എടുക്കണം എന്നാണ് പറയുന്നത്.
ഇനി സ്റ്റൊമക്കിൽ എത്രത്തോളം ഫുഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയോളം ഫുഡ് മാത്രം കഴിക്കുക. 1/4 വാട്ടറിനുള്ള സ്പേസ് ആണ്. അതിൽ അത്രയും മാത്രം വെള്ളം കുടിക്കുക, അത്രയും വെള്ളം കുടിക്കണം. ഓവറായിട്ട് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡൈജഷനെ ബാധിക്കും. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഓവറായിട്ട് വാട്ടർ ഇത്രയും ഒരുപാടായിട്ട് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡൈജഷനെയും ബാധിക്കും. ഇനി റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ്, അതായത് റിമൈനിങ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തായിരിക്കും നമ്മുടെ സമാന വായു അല്ലെങ്കിൽ എയർ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇത്തരത്തിൽ 1/2 മാത്രം ഫുഡും 1/4 മാത്രം വാട്ടറും ബാക്കി നമുക്ക് എം ടി ആയിട്ടും ഇട്ടിരുന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ടുള്ള ഡൈജഷൻ അവിടെ നടക്കുള്ളൂ. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഉടനെ ഒരിക്കലും യോഗയോ പ്രാണായാമോ ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. സോ എപ്പോഴും നമുക്ക് യോഗ അല്ലെങ്കിൽ പ്രാണായാമം പ്രാക്ടീസ് എം ടി സ്റ്റൊമക്കിലാണ് പറയുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചൊരു 2 മണിക്കൂറിന് ശേഷമോ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ഫുഡ് കഴിച്ച ഉടനെ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഫുഡ് കഴിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആസനം മാത്രമേ ഉള്ളൂ, അത് വജ്രാസനമാണ്. ചെറിയ അളവിൽ യോഗ ചെയ്യുന്നതിന് മുന്നേ മിൽക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ബട്ടർ എടുക്കുന്നത് നല്ലതാണ്. സോ ഇത്തരത്തിൽ യോഗിക് ഡയറ്റ് പ്ലാനാണ് ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയായിരിക്കും എഫക്റ്റ് ഉണ്ടാവുക, അതിൽ നമുക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ഇത്തരത്തിൽ നറിഷിംഗ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ ബോഡിക്കും മൈൻഡിനും സ്പിരിറ്റിനും നറിഷിംഗ് ആയിരിക്കും. ഇത് ബോഡിയെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനും ക്ലെൻസിങ് ചെയ്യിക്കാനും നല്ലതാണ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ചൊന്ന് നാരങ്ങ നീര് കലക്കി കുടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ വയറിനെ ക്ലെൻസ് ചെയ്യാനും ഡീടോക്സിഫൈ ചെയ്യാനും നല്ലതായിരിക്കും. അത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസ് കുറവായിരിക്കും. നമുക്ക് വരുന്ന ഡിസീസ് അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓവറോൾ ഹെൽത്തും വെൽബീയിങ് നന്നായിരിക്കും. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ബാലൻസ് കറക്റ്റ് ആയിരിക്കും. ഇത്തരത്തിൽ സാത്വിക് ഫുഡ് കഴിക്കുകയാണ്, മിതാഹാരം കഴിക്കുകയാണ് എങ്കിൽ നമുക്ക് നല്ലൊരു ഡൈജഷൻ ഉണ്ടാകും, ബോഡിക്ക് നല്ല ഡൈജഷൻ ഉണ്ടാകും. ആ ഒരു മിനിമൽ എഫേർട്ട് എടുത്ത് തന്നെയായിരിക്കും ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടാവുക. അത്തരത്തിൽ ഡൈജഷന് കുറച്ച് മാത്രം മിനിമലായിട്ടുള്ള എഫേർട്ട് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ബവൽ മൂവ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും, നമ്മുടെ സ്കിന്ന് ക്ലിയർ ആയിട്ടുണ്ടാകും, ബോഡിയൊക്കെ ഒരു ലൈറ്റ് ഫീൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. ബോഡിക്ക് മാത്രമല്ല മൈൻഡിനും സ്പിരിറ്റിനും നല്ലതാണ്. സോ നല്ലൊരു മെൻ്റൽ ക്ലാരിറ്റിയും ഇമോഷണൽ ബാലൻസും വരുത്തുന്നു. ഇത് നമ്മുടെ യോഗിക് സ്റ്റേറ്റിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. ബോഡി മൈൻഡ് ആൻഡ് സോളിനെ കറക്റ്റ് ചെയ്യും. അങ്ങനെ എനർജി ഉണ്ടായിരിക്കും, അവിടെ ഒരു ഗ്രേസ്ഫുൾനെസ് ഉണ്ടാകും, ഹാർമണി ഉണ്ടാകും ഒരാളുടെ ജീവിതത്തിൽ. വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. ഇത്തരത്തിലുള്ള സാത്വിക് ഡയറ്റ് ചെയ്ത് കൂടെ റെഗുലറായിട്ട് യോഗ ചെയ്യുന്നവർക്ക്, പ്രാണായാമം ചെയ്യുന്നവർക്ക്, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് വരുത്താൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയെ നന്നാക്കി ഇമ്പ്രൂവ് ചെയ്യിക്കാനും പറ്റും. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് തുടങ്ങിയ തരത്തിലുള്ള ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെയൊക്കെ മാറ്റിയെടുക്കാനും മാനേജ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു ഡയറ്റ് നന്നായിട്ട് യോജിക്കുന്നതാണ്. ഡൈജസ്റ്റീവ് ഹെൽത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മൂത്ത് ഡൈജഷൻ ആയിരിക്കും, ന്യൂട്രീഷൻസിൻ്റെ അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കുകയും ചെയ്യും. ഇത് നമ്മുടെ വെൽബീയിങ്ങിനെയും വൈറ്റാലിറ്റിയും സപ്പോർട്ട് ചെയ്യും. കൂടാതെ നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും മെൻ്റൽ ഷാർപ്നെസ് കൂട്ടാനും ഒക്കെ ഇത്തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഫുഡ്, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു നല്ല ഒരു നാച്ചുറൽ സ്വീറ്റൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഹെൽത്തിനും നമ്മുടെ മെമ്മറി ഷാർപ്പനാവാനും നമുക്ക് ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിൽ പ്രയാസം വരാതെയും ഇങ്ങനത്തെ ഫുഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. സോ നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷന് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. മൈൻഡിനെ അലേർട്ടായിട്ടിരിക്കാനും സ്ട്രോങ് ആയിട്ട് എടുക്കാനും നമുക്ക് ഇത്തരത്തിൽ സാധിക്കും. ഇനി ഹോളിസ്റ്റിക് ആയിട്ടൊരു വെൽബീയിങ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ്? പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി, മെൻ്റൽ ഡിസിപ്ലിൻ, ഇതൊക്കെ കൊണ്ടൊരു നല്ലൊരു വെൽബീയിങ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ മിതാഹാരവും യുക്താഹാരവും, അതായത് പഥ്യമായിട്ടുള്ള ആഹാരവും മോഡറേറ്റ് ആയിട്ടുള്ള ആഹാരവും ഡെയിലി ലൈഫിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. സാത്വിക് ഫുഡ് എടുക്കുക, കൂടാതെ മോഡറേറ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു മീൽ പ്ലാനിങ് നിങ്ങൾക്ക് തയ്യാറാക്കാം. അതിനനുസരിച്ച് മിതാഹാരവും യുക്താഹാരവും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ന്യൂട്രീഷണലായിട്ടുള്ള ബാലൻസ് എൻഷുർ ചെയ്യുക. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫിസിക്കലിയും മെൻ്റലിയും കറക്റ്റ് സപ്പോർട്ട് ചെയ്യിക്കാനുള്ള ഒരു വഴി.
മൈൻഡ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക. അത് ഫുഡ് കഴിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ സൈലൻ്റ് ആയിട്ടുള്ള നല്ല ഫുഡ് നല്ല സ്ഥലത്തിരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ ഏത് വിധത്തിൽ ഫുഡ് കഴിക്കണമെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. നമുക്കതിൻ്റെ ആയുർവേദ പോർഷൻ പറയുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ, റൂൾസ് ടു ഈറ്റ് ഫുഡ്, അതൊരു പോർഷനായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് ആയുർവേദ ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ മിതാഹാരവും യുക്താഹാരവും പഥ്യാപഥ്യവും എല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇത് ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നോക്കുക. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. ഗുഡ് നൈറ്റ്.